ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ മനോഹരനാണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന മനോഹർ വരുണിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഈശ്വര, എന്താണാവോ എന്നെ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത്, ഇനി എന്തിനും എന്റെ ഉടായ്പ പിടിച്ചിട്ടുണ്ടാവോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ മനോഹർ അകത്തേക്ക് കയറുന്നത്. അപ്പൊ അരുണിന്റെ അച്ഛൻ പറഞ്ഞു, മോൻ എത്തിയോ, വാ കേറി വന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അല്ല, എന്നെ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്, അതിപ്പോ തന്നെ പറയണോ മോനെ, മോൻ അകത്തേക്ക് വാ, എടി ശ്രീജയ ദേ മോൻ എത്തിയേട്ടോ എന്ന് പറയാണ്. മോൻ എത്തിയോ, വാ മോനെ ഇരിക്കെന്ന് പറയാണ്. മനോഹർ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. അല്ല, എന്നെ അത്യാവശ്യം കാണുമെന്ന് പറഞ്ഞ കാര്യം ഇതുവരെ പറഞ്ഞില്ല. നിക്ക് മോനെ, പറയാം. മോൻ എന്താ ധൃതി? എടി ശ്രീജയ, മോളെ പോയി വിളിച്ചേ, അവള് റെഡി ആവുകയാണെന്നേ. എന്ത് പറയാനാ മോനെ, മോൻ വരുന്നു അറിഞ്ഞപ്പോ അവൾ ഒരുങ്ങാൻ തുടങ്ങിയതാ. പെണ്ണുകാണ ചടങ്ങൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോ ഒരുങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവളോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മോൻ 2 സാരി വാങ്ങിച്ചു കൊടുത്തില്ലേ, അത് ഏത് സാരിയാ മോൾക്ക് ഏറ്റവും കൂടുതൽ ചേരണെന്ന് നോക്കി നോക്കി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുക ആ സാരി എടുത്ത് വരാനായിട്ടേ. ദേ മോള് വന്നല്ലോ എന്ന് പറയാണ്. മനോഹർ നോക്കുമ്പോ മനോഹർ വാങ്ങിച്ചു കൊടുത്ത ഒരു സാരി എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വന്ദനെ കാണുമ്പോ അടിമുടി നോക്കാണ് മനോഹർ. അടിപൊളിയായിട്ടുണ്ട്, മോളിന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് വന്ദന അടുത്ത് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വന്ദനയുടെ അച്ഛൻ പറയുന്നുണ്ട്, അതേ മോനെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ആചാരമുണ്ട്. കല്യാണത്തിന് മുമ്പ് ചെക്കന് എന്തൊരു സമ്മാനം കൊടുക്കുന്ന ആചാരം. സമ്മാനം കൊടുക്കുന്ന ആചാരമോ? അതെന്താ ആചാരമാ? അതൊക്കെ ഉണ്ട് മോനെ. മോനൊന്ന് എഴുന്നേറ്റേ ശ്രീജയ, അത് എടുത്തോണ്ട് വാ എന്ന് പറയാണ്. മോനെ കുടിക്കാൻ വെള്ളം എടുത്തോണ്ട് വാ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ വന്ദനയുടെ അമ്മ ഒരു ഗ്ലാസ് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ എടുത്തോണ്ട് വരും കേട്ടോ. അത് മനോഹറിന് കൊടുക്കുവാണ്. മനോഹർ അത് കുടിക്കുന്നുണ്ട്. ശേഷം വരുണിന്റെ അച്ഛന്റെ കയ്യിലേക്ക് വന്ദനയുടെ അമ്മ ഒരു പേപ്പർ കൊടുക്കുകയാണ്. വരുണിന്റെ അച്ഛൻ പറയണ്ട, മോൻ ഒന്ന് എഴുന്നേറ്റേ എന്ന് പറയാണ്. എന്താ അച്ഛാ? എഴുന്നേക്ക് മോനെ, ഒരു സമ്മാനം ഒരാൾ തരുമ്പോ ഇരുന്നോണ്ട് വാങ്ങിക്കാൻ പാടില്ലല്ലോ, എഴുന്നേക്ക്. എന്ത് സമ്മാനം അച്ഛാ? മോൻ എഴുന്നേക്കൂ എന്ന് പറയാണ്. അങ്ങനെ മനോഹർ എഴുന്നേക്കുന്നുണ്ട്. വന്ദനയുടെ അച്ഛൻ മനോഹറിന്റെ കയ്യിലേക്ക് ഒരു ബുക്ക് ഇങ്ങനെ ചെക്കിന്റെ ഒരു പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ കൊടുക്കുക കേട്ടോ. ഇതെന്താ വെച്ചാ, തുറന്നു നോക്കുമോ എന്ന് പറയാണ്. ആ തുറക്കുന്ന മനോഹർ ഞെട്ടിപ്പോവാണ്. 1 കോടി രൂപയുടെ ചെക്കാട്ടോ. ഇതെന്താ വെച്ചാ, 1 കോടി രൂപയുടെ ചെക്കോ? അതെ, ഇതാണ് സമ്മാനം. അല്ലച്ചാ, 1 കോടി എന്നൊക്കെ പറയുമ്പോ അതിനെന്താ, ഇത് ചെറിയൊരു സമ്മാനം മാത്രം. കല്യാണത്തിന് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ആയിട്ടിരിക്കുന്നത്, അതിന്റെ മുമ്പ് പേടിക്കൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞിട്ട് മോനെ ഒരുപാട് ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ ചെറിയൊരു സമ്മാനം അത്രേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് മോനെ എപ്പോ വേണമെങ്കിലും ഈ ചെക്ക് പോയി ബാങ്കിൽ കൊണ്ടേ മാറ്റാം എന്ന് പറഞ്ഞ മനോഹറിനെ സന്തോഷമാവാട്ടോ. മനോഹറിനെ പറയണ്ടേ, ഇത് മാത്രല്ല മോനെ, കല്യാണം കഴിഞ്ഞിട്ട് മോനെ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരുന്നുണ്ട്. മോനൊരു കാര്യം അറിയാവോ, എന്റെ മോളുടെ പേരില് 150 കോടിയാ ഞാൻ അക്കൗണ്ടിലേക്ക് ഇട്ടിരിക്കുന്നത്. 150 കോടിയോ? അതേ മോനെ, അത് മാത്രല്ല ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട്. അതില് ഞാൻ മോനോട് പറഞ്ഞത്, മോന്റെ ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് എന്റെ ബിസിനസ് നോക്കാവോന്ന്. കാരണം നോക്കി നിർത്താനൊന്നും ആരുമില്ല മോനെ, ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ടെ. ആയിക്കോട്ടെ, അല്ല മോനിരിക്കി എന്ന് പറയാണ്. എടി ശ്രീജി, നമുക്ക് അപ്പുറത്തേക്ക് പോവാ, മോനും മോൾക്കും എന്തൊക്കെ സംസാരിക്കാനുണ്ടാവില്ലേ. ശരി എന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മ അങ്ങോട്ട് മാറി നിന്ന് ഒളിഞ്ഞു നോക്കാട്ട് ഇവരെന്താ ചെയ്യണെന്ന് അറിയാനായിട്ട്. ആ സമയത്ത് മനോഹർ നമ്മുടെ വന്ദന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മോളെ, എന്തിനാ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല മോളെ. ഞാൻ അന്ന് മോൾക്കൊരു സ്വർണ്ണവള ഇട്ടതിന്റെ പകരമായിട്ടാണ് മോളുടെ അച്ഛന് ഈ ചെക്ക് തന്നത്. അങ്ങനെയൊന്നും ഇല്ല എന്ന് വന്ദന ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കാണ്. വന്ദന എടുത്ത് മനോഹർ പറയണ്ട്, എന്തൊക്കെ വന്നാലും മോളി സാരിൽ അതിസുന്ദരിയായിട്ടുണ്ട് കേട്ടോ, നമുക്കൊരു സെൽഫി എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് സെൽഫി ഒക്കെ എടുക്കാണ്. അത് കഴിഞ്ഞിട്ട് വരുണിന്റെ അച്ഛനും അമ്മക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണിനെയും അതുപോലെ തന്നെ നമ്മുടെ സരയുവിനെയാണ് കാണിക്കുന്നത്. സരയു ഇങ്ങനെ ഷായെടുത്ത് പറയണ്ട, എന്നാലും അമ്മേ അയാളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ, എന്റെ അച്ഛന് പറഞ്ഞ ആളെ കുറിച്ചിട്ട് സാധാരണ പോയിക്കിനെ വരാറുള്ളതാണല്ലോ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടേക്ക് തന്നെ നമ്മുടെ സരയുവിന്റെ അടുത്തേക്ക് മനോഹർ വരുവാട്ടോ. മനുവേട്ടൻ വന്നല്ലോ എന്ന് പറയാണ്. അതെ, മോൾക്കൊരു സമ്മാനം തരാൻ വേണ്ടിട്ടാണ് വന്നത്. സമ്മാനോ? എന്ത് സമ്മാനം? എനിക്ക് കൊറിയക്കാരായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ബിസിനസിന്റെ ഭാഗമായിട്ടെ. അവരെനിക്ക് അഡ്വാൻസ് ടോക്കൺ തന്നു, നോക്കിയേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ് നമ്മുടെ സരയുവിന്റെ കയ്യിലേക്ക് ആ ചെക്ക്. സരി ആ ചെക്ക് തുറന്നു നോക്കുമ്പോഴേക്കും 10 ലക്ഷമോ? എന്റെ മോൾക്ക് കണക്കറിയില്ലേ, അത് 10 ലക്ഷമല്ലോ, ഒന്നുകൂടി വായിച്ചു നോക്കിയേ എന്ന് പറയാണ്. സരിയ നോക്കുമ്പോഴേക്കും മനുവേട്ട, 1 കോടിയോ? അതേന്നേ, ഇത് ടോക്കൺ അഡ്വാൻസ് മാത്രമാണ്. ഈ ചെക്ക് മോളുടെ കൈ വെച്ചോ. വേണ്ട മനുവേട്ടൻ വെച്ചോ. എന്റെ കയ്യിൽ അക്കൗണ്ടിലെ പൈസ കൂടി ഞാൻ മനുവേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇടാൻ പോവാ. നമ്മൾ അമേരിക്കയിൽ പോകുമ്പോ അതൊക്കെ നമുക്ക് ഡോളേഴ്സ് ഒക്കെ ആക്കണ്ടേ. അതേ മോളെ വേണം. അതോടെ ഞാൻ എന്റെ അക്കൗണ്ടിലെ പൈസ കൂടി മനുവേട്ടന്റെ അക്കൗണ്ടിലേക്ക് ഇടാം. അതൊക്കെ മോളിന്റെ ഇഷ്ടം എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ രാഹുല് സരുവിന്റെ ഫോണിലേക്ക് വിളിക്കാട്ടോ. അച്ഛനാ വിളിക്കണത് എന്ന് പറയാണ്. ഹലോ, എന്താ അച്ഛാ? അതെ, മോൾക്ക് എന്നെ വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ലെന്നാണല്ലോ മോളുടെ പരാതി. എന്നാ മോൾ അറിഞ്ഞോ, കിരണിന്റെ തല അടിച്ച് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. വെറും തലടിച്ച് പൊട്ടിച്ചെന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല. അവനെ ബോധമില്ല. ഇപ്പൊ അവൻ ആരാണെന്ന് പോലും അറിയാതെ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുക എന്ന് പറയുമ്പോ
സരയുവിന് അത് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാവാട്ടോ. സരയുവിന്റെ അടുത്തൊക്കെ ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മയുടെ അടുത്ത് പറയണ്ട, അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ ചോദിക്കുമ്പോ ആ കിരണിന്റെ തലതല്ലി പൊട്ടിച്ചത് ആരാന്നറിയാവോ? അച്ഛനെ അമ്മേ. അത് മാത്രല്ല, കിരൺ ഇപ്പൊ ഓർമ്മശക്തി ഇല്ലെന്ന്, അവനെ ആരാന്ന് പോലും അവൻ അറിയാൻ പറ്റുന്നില്ലെന്ന്, കല്യാണിനെ മോനെയും ആരെ അറിയാൻ പറ്റുന്നില്ലെന്ന്. അമ്മേ ഇതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. കുറെ നാളിന് ശേഷം എന്റെ അച്ഛൻ എനിക്കൊരു സന്തോഷ വാർത്ത കേൾപ്പിച്ചു. അമ്മേ മനുവേട്ടെ നമുക്കിതൊന്ന് ആഘോഷിക്കണ്ടേ? വേണ്ട മോളു, ഇപ്പൊ നമുക്കൊന്നും ആഘോഷിക്കണ്ട. മോളുടെ ആന്റിയുടെ അതുപോലെ ചന്ദ്രസേനൻ എന്ന് പറഞ്ഞ ആളൊന്നും നിസ്സാരക്കാരനല്ല. കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നിട്ട് നമുക്കിത് ആഘോഷിച്ചാൽ മതി എന്ന് പറയാണ്. ആ സമയത്ത് അവിടേക്ക് രൂപ കയറി വരും കേട്ടോ. എന്റെ മോനെ നിങ്ങൾ കിടന്ന കിടപ്പിൽ കിടത്തിയല്ലേ, എല്ലാത്തിനും ഞാൻ പണി വെച്ചിട്ടുണ്ട് നോക്കിക്കോ എന്ന് പറയാണ്. ആ സമയത്ത് ഷാരി മാത്രമായിട്ട് അങ്ങോട്ട് ഉണ്ടാവണം. അപ്പൊ ഷാരിനെ പറയണ്ടേ, എടി നിന്റെ മോൾക്ക് അറിയാവോ അവളുടെ ഒറിജിനൽ അമ്മ നീയാണെന്ന്? അയ്യോ രൂപേ ചതിക്കല്ലേ, അതൊന്നും പറയല്ലേ, എല്ലാം പറയോടി, ഞാൻ എല്ലാ സത്യം അവളോട് പറയും, ഞാൻ നോക്കിക്കോ, എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാലും ഞാൻ വെറുതെ ഇരിക്കില്ല, എല്ലാ സത്യവും ഞാൻ വിളിച്ചു പറയും എന്ന് പറയാണ്. എല്ലാം നോക്കി നിന്നോ നീ എന്ന് പറഞ്ഞിട്ട് രൂപ അവിടുന്ന് പോവാട്ടോ. ഷാരിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ശേഷം കാണിക്കേണ്ടത് പ്രകാശിനെയാണ്. പ്രകാശൻ വിക്രത്തോട് പറയണ്ടേ, എടാ വിക്രവേ, ഞാനിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ ആ കിരൺ അവൻ എന്നെ കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ല അല്ലേ? ഇല്ല അച്ഛ, അച്ഛനേന്നല്ല, അവൻ ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല, കല്യാണിനെ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് കേട്ടത്. അല്ല അവനെ ICU വാർഡിലേക്ക് മാറ്റില്ലേ? മാറ്റി അച്ഛ, പക്ഷെ കാര്യങ്ങൾക്കൊന്നും ഇതുവരെ ഒരു തീരുമാനവും ആയിട്ടില്ല. അവന്റെ അപകടനില ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് പോയിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ? അച്ഛ, അച്ഛൻ എന്തിനാ അങ്ങോട്ടേക്ക് പോകേണ്ടത്? ആ ചന്ദ്രസേനൊന്നും നിസ്സാരക്കാരനല്ല കേട്ടോ. അച്ഛനെങ്ങനെ കണ്ടുകനെ അയാളുടെ ദേഷ്യം എല്ലാം തീർക്കണത് അച്ഛന്റെ ശരീരത്തിലായിരിക്കും. അതുകൊണ്ട് പോവാതിരിക്കണം അച്ഛൻ നല്ലത്. എന്നാലും ഇങ്ങനത്തെ ഒരു സന്തോഷ വാർത്ത കേട്ട് എങ്ങനെയാണ് അവിടെ ഇവര് പോവാതിരിക്കണത്? ആ കിരണ്ട കിടപ്പ് ഒന്ന് മനസ്സിൽ നിന്ന് കാണാതെ എങ്ങനെയാടാ പറ്റണത്? അതുകൊണ്ട് ഞാൻ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാടാ. എന്നാലും അച്ഛ അത് ശരിയല്ല കേട്ടോ. ആ ചന്ദ്രസേനന്റെ സ്വഭാവം അറിയാലോ. മാത്രല്ല രാഹുലിനോടൊന്നും പറയണ്ട, അച്ഛൻ എങ്ങനെയാ പോണത്? എടാ മക്കളെ ഞാൻ പോയി കണ്ടിട്ട് വരാടാ, പെട്ടെന്ന് വരാന്നേ. അവൻ കാരണോ അവരൊക്കെ കാണോ എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയത്. അതോടുകൂടി എന്റെ സമാധാനം എല്ലാം പോയി, എന്റെ ജീവൻ തന്നെ പോയ നിലയില. ആകെ എനിക്കിപ്പോ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛന്റെ ജീവിതം എപ്പോ വേണമെങ്കിലും തീരാവുന്ന ഒന്നാടാ. ആ സമയത്ത് സന്തോഷിക്കപ്പെടാവുന്ന കാര്യങ്ങളൊക്കെ കണ്ട സന്തോഷിക്കട്ടെ അച്ഛനൊന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് ഉടുത്തൊരുങ്ങി ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുമ്പോ പ്രകാശൻ ഭയങ്കര സന്തോഷത്തിലാണ്. അങ്ങനെ അവനെ പോയി കാണണം. അവന് ബോധവും അതുപോലെ തന്നെ ഓർമ്മശക്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കിടന്ന കിടപ്പ് അതേപടി കിടക്കുമായിരിക്കും. അവനെ കണ്ടൊന്ന് അട്ടഹസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശൻ അകത്തേക്ക് ഇങ്ങനെ പോകുന്നത്. ആ സമയത്താണ് പ്രകാശൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ചന്ദ്രസേനൻ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാട്ടോ. ഒരു നേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രസേനൻ. അത് കാണുന്ന പ്രകാശൻ എങ്ങോട്ടേക്ക് ഓടിപ്പോകുമെന്ന് അറിയാണ്ട് ചന്ദ്രസേനന്റെ അടുത്തേക്ക് പോണോ, നേരെ ഹോസ്പിറ്റലിലേക്ക് പോണോ, അത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടണോ എന്ന രീതിയിൽ ചന്ദ്രസേനയും അതുപോലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചന്ദ്രസേനൻ പ്രകാശനെ കാണുന്നൊന്നുമില്ല. അങ്ങനെ നേഴ്സിനോട് സംസാരിച്ച് ഓക്കെ ആണ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വരുവാണ് ചന്ദ്രസേനൻ. പ്രകാശൻ ചന്ദ്രസേനൻ തന്നെ സൂക്ഷിച്ച് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.